രാജ്യത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം കർണാടകയിൽ ഒരുങ്ങുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നാൽ ഒരു കായിക ഇനം എന്നതിലുപരി ഒരു ദേശീയ വികാരമാണ്. അതിന് കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുകയാണ്. കർണാടകയിലാണ് ഈ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേദി ഒരുങ്ങുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമായി അത് മാറും. IT നഗരമായ ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെയുള്ള അനേക്കൽ താലൂക്കിൽപ്പെട്ട സൂര്യനഗറിലാണ് 80,000 പേർക്ക് ഇരിക്കാവുന്ന അത്യാധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 943 കോടി രൂപ ചെലവിൽ ഒരുക്കുന്ന ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർവഹിച്ചു. കർണാടക സർക്കാരിന്റെ ഭവന വകുപ്പും കർണാടക ഹൗസിംഗ് ബോർഡും സംയുക്തമായാണ് ഈ പദ്ധതി ഒരുക്കുന്നത്. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയം വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശ കേന്ദ്രങ്ങളിലൊന്നാണ്. IPL മത്സരങ്ങളായാലും അന്താരാഷ്ട്ര പോരാട്ടങ്ങളായാലും സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന കാഴ്ചകൾ പതിവാണ്. എന്നാൽ നഗരത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എത്തിയ ആരാധക പ്രവാഹം നിലവിലെ സൗകര്യങ്ങളുടെ പരിമിതിയും തുറന്നുകാട്ടുകയാണ്. കഴിഞ്ഞ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി IPL കിരീടാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 11 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഇന്ത്യയെ ആകെ നടുക്കിയിരുന്നു. സുരക്ഷിതവും കൂടുതൽ ശേഷിയുള്ളതുമായ കായിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത ആ സംഭവത്തോടെ ശക്തമായി ഉയർന്നു. അതിനാൽ തന്നെയാണ് പുതിയ സ്റ്റേഡിയം പദ്ധതിക്ക് വേഗത കൈവന്നിരിക്കുന്നത്. ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രമല്ല, കർണാടകയുടെ ഭാവി കായിക സാമ്പത്തിക വളർച്ചയുടെ പ്രതീകമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നു. പുതിയ സ്റ്റേഡിയം സാധാരണ ക്രിക്കറ്റ് മൈതാനമല്ല, 75 ഏക്കർ വിസ്തൃതിയിൽ രൂപം കൊള്ളുന്ന സമുച്ചയം ഒരു സമ്പൂർണ്ണ സ്പോർട്സ് സിറ്റിയുടെ മാതൃകയിലാണ് ഒരുക്കുന്നത്. പ്രധാന ക്രിക്കറ്റ് ഗ്രൗണ്ടിനൊപ്പം 400 മീറ്റർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്ലറ്റിക്സ് ട്രാക്കും ഫീൽഡ് സൗകര്യങ്ങളും ഉണ്ടാകും. ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ടേബിൾ ടെന്നീസ് എന്നിവയ്ക്കായി പ്രത്യേക ഇൻഡോർ സ്പോർട്സ് അരീനയും നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഒളിമ്പിക് മത്സരങ്ങൾക്കായി സജ്ജമാക്കുന്ന തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളും ഡൈവിംഗ് പൂളും പരിശീലന കുളങ്ങളും ഉൾപ്പെടുന്ന ജലകായിക സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ മറ്റൊരു ആകർഷണമാണ്. അത്ലറ്റുകൾക്കായി പ്രത്യേക ഹോസ്റ്റലുകൾ, ഫിസിയോതെറാപ്പി സെന്റർ, ന്യൂട്രീഷൻ സെന്റർ, മെഡിക്കൽ യൂണിറ്റ്, ജിംനേഷ്യം എന്നിവയും സജ്ജീകരിക്കപ്പെടും. അതായത് രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പരിശീലനത്തിനും ദേശീയ ടീമുകൾക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അനുയോജ്യമായ സമഗ്ര കേന്ദ്രമായിരിക്കും ഈ പുതിയ പദ്ധതി. ഒരു മത്സരം കാണാനെത്തുന്ന കുടുംബത്തിന് മുഴുവൻ ദിവസവും ചെലവഴിക്കാനാകുന്ന രീതിയിലുള്ള വിനോദ വാണിജ്യ കേന്ദ്രമായാണ് ഈ സ്റ്റേഡിയം ഒരുക്കുന്നത്. വിപുലമായ റീറ്റെയിൽ ഷോപ്പുകൾ, ഫുഡ് കോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, ബേസ്മെന്റ് പാർക്കിംഗ്, എക്സിബിഷൻ ഹാളുകൾ, കോൺഫറൻസ് സെന്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവ ഈ സമുച്ചയത്തിന്റെ ഭാഗമാകും. ക്രിക്കറ്റ് ചരിത്രം അവതരിപ്പിക്കുന്ന ഹാൾ ഓഫ് ഫെയിം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ മറ്റൊരു ആകർഷണീയ ഇടമായിരിക്കും. ഈ പദ്ധതിയുടെ ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ ധനസമാഹരണ മാതൃകയാണ്. സർക്കാർ നേരിട്ട് ധനസഹായം നൽകാതെ കർണാടക ഹൗസിംഗ് ബോർഡാണ് മുഴുവൻ ചെലവും വഹിക്കുന്നത്. ഒഴിവുള്ള ഭൂമികളുടെ വികസനവും വിൽപ്പനയും വഴി ഏകദേശം 20,000 കോടി രൂപ വരുമാനം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതുവരെ ഭവന പദ്ധതികളിൽ മാത്രമാണ് KSB ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയൊരു കായിക അടിസ്ഥാന സൗകര്യ പദ്ധതികളിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. 90,000-ലധികം ആളുകളെ ഉൾക്കൊള്ളുന്ന അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായി അനേക്കൽ മാറുന്നു. IT വിപ്ലവത്തിന്റെ നഗരം എന്ന പേരിനു പുറമെ കായിക അടിസ്ഥാന സൗകര്യ രംഗത്തും ബംഗളൂരു പുതിയ പേര് അടയാളപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ഭാവിയിൽ ലോകകപ്പ് മത്സരങ്ങൾക്കും IPL ഫൈനലുകൾക്കും അന്താരാഷ്ട്ര കായിക മേളകൾക്കും വേദിയാകാനുള്ള സാധ്യതയാണ് ഇതോടെ തുറക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.